ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റവയും തേങ്ങയും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഇത് കുറച്ച് ദിവസം കേടാകാതെ സൂക്ഷിക്കാൻ അതുപോലെ പുറത്തുള്ളവർക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ തന്നെ ചെയ്യട്ടോ, ഓയിലൊന്നും ചെയ്യരുത്. ഈ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് റവ ഇട്ടെടുക്കാം. ഞാനിവിടെ കപ്പ് അളന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിന് അളന്നിട്ട് എടുക്കാം കേട്ടോ. പഞ്ചസാരയുടെ അളവൊക്കെ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കപ്പളവ് എടുക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ തീ കുറച്ച് വെച്ചിട്ടേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. റവ ആയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് തേങ്ങ എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 കപ്പ് 2 കപ്പ് തേങ്ങയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നല്ല പോലെ ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വറുക്കരുത്. തേങ്ങയും റവയും നല്ല പോലെ തന്നെ വറവായി കിട്ടണം, എന്നാലേ നമുക്കിത് കേടാവാണ്ട് വെക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ജീരകത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകം കടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് കളറ് മാറാൻ പാടില്ല കേട്ടോ. കളറ് മാറാതെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങയും റവയൊക്കെ വറുത്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു സമയം വരെ നമ്മൾ വറുത്തെടുക്കണം. നമ്മൾ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇത് നമുക്കിതുപോലെ അവലോസ് പൊടിയായിട്ട് കഴിക്കാനും പറ്റുത്. അതുപോലെ തരിവട്ട് എന്ന് പറയും, ചിലർ തരി ഉണ്ടാന്ന് പറയും. വട്ടത്തിൽ മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തരിവട്ടായിട്ട് പേരങ്ങനെ പറയാം. ഉണ്ടായിട്ട് എടുക്കുകയാണെങ്കിൽ തരി ഉണ്ട കേട്ടോ. അപ്പോൾ നല്ല പോലെ മൂത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര സിറപ്പാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാര പാനിയാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ 1 കപ്പ് പഞ്ചസാര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നിങ്ങൾ നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്കൊരു 3 ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രം കേട്ടോ. ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ട് വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഷുഗർ സിറപ്പ് ആക്കി എടുത്തതിന് ശേഷം ഇതിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി പഞ്ചസാര കഴിക്കാത്തവരാണെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവനായിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് വേണമെങ്കിലും ഇങ്ങനെ തരിവട്ട് പോലെ നമ്മൾ വട്ടത്തിലാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ ഷേപ്പിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിങ്ങനെ ഉരുളകളാക്കാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം നനക്കുന്നതിന് മുമ്പായിട്ടൊരു ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവലോസ് പൊടി പോലെ കഴിക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.